ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു ചീരത്തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പൾസ് മോഡിൽ 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരമുറി സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴത്തേക്കും ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറും. ഇപ്പം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീരയുടെ തണ്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇലയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ആദ്യം നമുക്ക് തണ്ട് ഭാഗം ഒന്ന് വെന്തെടുക്കാം. തണ്ടിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ തണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ വെള്ളത്തിൽ തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഈ ചീരയുടെ തണ്ട് നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ ഉള്ളിയുടെ തണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഇതിലിട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാവേ. ഇപ്പം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം.
നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ തലമുടിക്കും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള അനേകം പോഷകങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വളരെയധികം പോഷക ഗുണങ്ങളുള്ള പച്ചക്കറി വിഭാഗത്തിൽ പെടുന്നവയാണ് ഇലക്കറികൾ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ മുടങ്ങാതെ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ചീരക്കറി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ രുചികരമായിട്ടുള്ള ചീരത്തോരൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു ചീരത്തോരൻ റെസിപ്പിയാണിത്. വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.